സ്കൂളിൽ പോകാൻ വിളിച്ച് രാവിലെ 8 മണി കഴിഞ്ഞാൽ എഴുന്നേക്കാത്ത ആളാട്ടോ. ഇന്ന് സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന കാരണം 7 മണിക്ക് ആശ എണീറ്റ് റെഡിയാകാൻ തുടങ്ങി. അങ്ങനെ ആശാന്തി കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ട് സെറ്റായി. എൻ്റെ വക മുടിയൊക്കെ ഈരി കൊടുത്ത് ഒന്നുകൂടെ കുട്ടപ്പനാക്കി. അതിനുശേഷം ഞാൻ ബബ്ലൂട്ടിന് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പോവാണ് കേട്ടോ. അവന് രാവിലെ ചോക്കോസ് മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാനിതൊക്കെ തലേ ദിവസം തന്നെ വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുത്ത് തിളപ്പിച്ച് ചോക്കോസിൽ ഒഴിച്ച് വെച്ച് സെറ്റാക്കി ബബ്ലുവിന് കഴിക്കാൻ കൊടുത്തതിന് ശേഷം ഞാനും ഒന്ന് പോയി കുളിച്ച് റെഡിയായിട്ട് വന്നു. അവന് കൊണ്ടുപോകാനുള്ള ബാഗ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനുണ്ട്. അവർക്ക് കഴിക്കാനായിട്ട് കുറച്ച് സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവന് 2 കപ്പ് കേക്കാട്ടോ വാങ്ങിയത്. അതുപോലെ എന്തോ ഗെയിമിൻ്റെ ഭാഗമായിട്ട് സോക്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിലിറങ്ങാനുള്ള നൈലോണിൻ്റെ ഡ്രസ്സ് അത് ഓൾറെഡി അവനുണ്ടായിരുന്നു. പിന്നെ തോർത്ത്, അതുപോലെ വെള്ളം, പിന്നെ നനഞ്ഞ് തുണിയിടാനുള്ള ഒരു കവറ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു 8:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. സാധാരണ 9 മണിയായാലും ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മടി കാണിക്കുന്ന ആളാണ്. ഇന്നെന്തോ നേരത്തെയാണ് കേട്ടോ ആൾ ഇറങ്ങിയത്. ആളൊന്ന് ഭയങ്കര ഹാപ്പി കേട്ടോ. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അങ്ങനെ ഞങ്ങൾ താഴെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബബ്ലൂട്ടൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു. അവർക്കൊക്കെ ഇന്ന് ക്ലാസ്സില്ല കേട്ടോ, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട്. അങ്ങനെ കൂട്ടുകാരനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ പോകാൻ റെഡിയായി. അങ്ങനെ ഞങ്ങളിതേ മെയിൻ റോഡിലെത്തി കേട്ടോ. ഇവിടെ കുറച്ച് പോസ്റ്റാണ്. എൻ്റെ ബാക്കിലിരുന്ന് വീഡിയോ പിടിക്കുന്നതൊക്കെ ബബ്ലൂട്ടനാട്ടോ. അങ്ങനെ ഞാൻ ആ വലിയ സത്യം മനസ്സിലാക്കി. ഈ വീഡിയോ പിടിക്കുന്നതും ഇതിലെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ വളരെ സിമ്പിളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ അടിപൊളിയായിട്ട് ഡയലോഗ് പറയണ്ടല്ലോ എന്ന്. പക്ഷേ ഈ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞൊപ്പിക്കാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. തല കുത്തി മറിയേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു കണക്കിനാണ് ഞാനിതൊക്കെ സെറ്റാക്കിയത്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. ബബ്ലൂട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെ കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് ഓടി. പിന്നെ അവരുമായിട്ട് അവിടെ സന്തോഷമായിട്ട് കളിച്ചിരിച്ചൊക്കെ ഇരുന്നു. എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ വണ്ടി വന്നു കേട്ടോ. എല്ലാവരും വരിവരിയായിട്ട് വണ്ടിയിലേക്ക് കയറുവാണ്. ബബ്ലൂട്ടനും സന്തോഷത്തോടുകൂടി വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. ആശാന് ബസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഛർദ്ദിക്കുന്ന ഒരു പ്രശ്നമുള്ളതാണ്. പക്ഷേ ഇതത് അങ്ങനെ പ്രശ്നമില്ലെന്നാണ് തോന്നണേ. കാരണം ഒരു 15 മിനിറ്റത്തെ കാര്യമുള്ളൂ. ആൾ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും അമ്മമാരൊക്കെ വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവരിനി എന്തായാലും പോയിട്ട് വരട്ടെ. പോയിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് പിന്നെ ചോദിച്ചറിയാം. അപ്പോൾ അവരുടെ വണ്ടി പോകാൻ തുടങ്ങി കേട്ടോ. സ്റ്റാർട്ടാക്കി. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്നവരോട് പറയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തത്. നിങ്ങൾ കാണുന്നവർ ഒരു ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഞങ്ങളുടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഞങ്ങൾക്ക് തിരുത്തി തരണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നൊരിക്കൽ കാണാം. ബായ്.